ഉണ്ണിക്കണ്ണൻ മകളുടെ വിജയ് സാറിനെ കണ്ടു. ലൊക്കേഷനിലാണ്, കോസ്റ്റ്യൂമിലായതുകൊണ്ട് ഫോട്ടോയും വീഡിയോ ഒന്നും മൊബൈലിൽ അവിടെ ലൊക്കേഷനിലേക്ക് ഫോണും ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അവര് വീഡിയോ എടുത്തിട്ടുണ്ട്, ഫോട്ടോ ഉണ്ട്. വിജയണ്ണൻ എന്നെ സെറ്റിൽ നിന്ന് തോളിൽ കയറ്റിട്ടാണ് കൊണ്ടുവന്നത്, കാരവനിൽ കൊണ്ടുവന്ന് കുറേ നേരം സംസാരിച്ചു. എന്തിനാ ഉണ്ണിക്കണ്ണൻ അങ്ങനെ വന്ന്, അല്ലെങ്കിൽ എന്നെ കാണാൻ എത്രയോ വഴിയുണ്ട് വന്നവിടെ. ഞാൻ പറഞ്ഞു കുറേ പ്രാവശ്യം ശ്രമിച്ചെണ്ണന്നൊക്കെ പറഞ്ഞ് അണ്ണൻ കുറേ നേരം എൻ്റെ അടുത്ത് സംസാരിച്ച്. ഞാനിന്ന് ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഫോട്ടോയും വീഡിയോയും കിട്ടിയിട്ടില്ല, അവർ അയച്ചു തരും. കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാനും വിജയണ്ണനും കാരവാനിൽ ഒരു 10 മിനിറ്റോളം ഇരുന്ന് സംസാരിച്ചിട്ടാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വികിലേക്ക് അപ്പ് മുഖ്യം. നമുക്ക് നനച്ച വണ്ടി കിട്ടി. ഉണ്ണിക്കണ്ണൻ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഉണ്ണിക്കണ്ണൻ എന്ന് പറഞ്ഞത്. ആദ്യമായിട്ട് ഭയങ്കരമായിട്ട് ഫേമസ് ആവുന്നത് വിജയ് കേരളത്തിൽ വന്ന സമയത്ത് ആ ആൾക്കാർ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇദ്ദേഹം വിജയ് കാണണമെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുക, ആ സമയത്ത് അവിടെ ചെന്ന് ഭയങ്കരമായിട്ട് മീഡിയ ഫോക്കസൊക്കെ അദ്ദേഹത്തിൻ്റെ മേലിലാവുക. അദ്ദേഹം വിജയ് കാണണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അതിന് ശേഷം അദ്ദേഹം ഭയങ്കരമായിട്ട് ആൾക്കാർ അറിയാൻ തുടങ്ങി. കുറേയധികം മീഡിയാസൊക്കെ എന്ത് ചെയ്ത് ഇൻ്റർവ്യൂ ഒക്കെ എടുക്കാൻ തുടങ്ങിയിട്ട് അങ്ങനെ ഭയങ്കര ഫേമസ് ആയിക്കൊണ്ടിരിക്കണം. ആ സമയങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ മെയിനായിട്ടുള്ള ആഗ്രഹം എന്ന് പറയുന്നത് വിജയ് കാണണം എന്നുള്ള മെയിനായിട്ടുള്ള ആഗ്രഹമായിരുന്നു. ഈ സമയങ്ങളിൽ എല്ലാവരും അദ്ദേഹത്തിനെ കളിയാക്കുന്നുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ സ്വഭാവവും കാര്യങ്ങളെല്ലാം കൊണ്ട് ഭയങ്കരമായിട്ട് എങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നുള്ള കാര്യം. ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറും അദ്ദേഹം ബാക്കിയുള്ളവരോട് സംസാരിക്കുന്ന രീതിയൊക്കെ നല്ലതായതുകൊണ്ട് തന്നെ പയ്യെ എല്ലാവർക്കും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാനും തുടങ്ങി. ഈ ഇടയ്ക്ക് ലേറ്റസ്റ്റ് ആയിട്ട് എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇപ്പം 1 മാസം അടുപ്പിച്ചായെന്ന് തോന്നുന്നു, അദ്ദേഹം വിജയ് കാണണമെന്ന് ഒരു താല്പര്യം കൊണ്ട് തന്നെ നടന്ന് അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും പിടിച്ച് തമിഴ്നാട്ടിലൂടെയൊക്കെ നടന്ന് പോയതാണ്. അദ്ദേഹം വിളിക്കുന്നവരെ ആ നടക്കുന്ന നൃത്തത്തില്ല എന്നാണ് പറഞ്ഞത്. സോ അവസാനം എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ലേറ്റസ്റ്റായിട്ട് ഇന്നലെ തൻ്റെ ഇൻസ്റ്റാഗ്രാമിലിട്ട ഒരു സ്റ്റോറി എന്ന് പറയുന്നത് താൻ വിജയ് സാറിനെ കണ്ടു എന്ന് പറഞ്ഞാണ് ഇട്ടത്. സോ അതിനുശേഷം ഉണ്ടെങ്കിൽ പറഞ്ഞൊരു കാര്യം, ആ സമയത്ത് ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തിരുന്നു. അതവിടെ അവർ തന്നെയാണ് എടുത്തത്, സെറ്റിൽ വെച്ചാണ് എടുത്തത്. അതുകൊണ്ടിപ്പം അവരെ അയച്ചു തരത്തോളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സോ അതിനുശേഷം തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വിജയ് സാറിൻ്റെ കൂടെ നിൽക്കുന്നത്. അത് കണ്ടപ്പോഴത്തേന് ഫാൻസ് എല്ലാവരും ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത് ഏകദേശം ഒരു ഫേക്കായിട്ടുള്ള ഒരു ഒരു പിക്ചർ പോലെയാണ് തോന്നിയത്. എൻ്റെ കമൻറ്റ് ബോക്സ് മൊത്തം പറഞ്ഞൊരു കാര്യം, എന്തിനാണ് ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കുന്നതെന്നുള്ളൊരു കാര്യമൊക്കെ പറഞ്ഞാണ് ആ ഒരു കമൻറ്റ് ബോക്സ് മൊത്തം ഉണ്ടായിരുന്നത്. പക്ഷേ എന്താ പോലും അദ്ദേഹം ക്യാപ്ഷനായിട്ടൊന്നും തന്നെ ഇട്ടിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഉണ്ണിക്കണ്ണൻ്റെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കി തന്നെ നിങ്ങൾക്കറിയാം, കൊളാബറേഷനായിട്ടുള്ള സോ ഏതെങ്കിലും ഫോട്ടോ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യൂ അദ്ദേഹം ക്യാപ്ഷൻ എടുത്തോളൂ, അല്ലാത്ത പക്ഷം ഒന്നും തന്നെ ചെയ്യത്തില്ലായിരുന്നു. സോ അതേ കണക്ക് ഈ ഒരു ഫോട്ടോയുടെ താഴെ ക്യാപ്ഷനോ ഒന്നും തന്നെ ഇട്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു അദ്ദേഹം ആരെങ്കിലും എഡിറ്റ് ചെയ്ത് ഇങ്ങനെ അയച്ചു കൊടുത്തായിരിക്കും, ഒരു സന്തോഷത്തിന് അത് ഇട്ടതായിരിക്കും. അദ്ദേഹം തന്നെ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യം, അവരെ ഇനി അയച്ചു തരത്തുള്ളൂ, ഇവരെ ഫോട്ടോയിൽ ഇവർക്ക് കൊണ്ടുപോയ മൊബൈലൊന്നും എടുക്കാൻ പറ്റത്തില്ല, സെറ്റിലായതുകൊണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ അവർ അയച്ചു തരുമെന്നാണ് പറഞ്ഞത്. സോ അല്ലാതെ എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം ആൾക്കാരെ പറ്റിക്കാനൊക്കെ തുടങ്ങിയത്. അന്ന് ആൾക്കാർ മൊത്തം ഇങ്ങനെ കമൻറ്റൊക്കെ ഇടുന്നുണ്ടായിരുന്നു എന്തിനാണ് പറ്റിക്കുന്നതെന്നുള്ളത്. എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം അങ്ങനെ ചെയ്യുമെന്നുള്ളൊരു കാര്യം. വളരെ നല്ല ക്യാരക്ടറാണ് ഇതുവരെ തോന്നിയിട്ടുള്ളത്. സോ അദ്ദേഹം ഇനി കിട്ടുമ്പോഴത്തേന് ആ ഫോട്ടോസും വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും. സോ അപ്പോഴത്തേന് ഈ ഒരു സംശയം മാറും. ബട്ട് ഇപ്പോൾ നോർമലായിട്ട് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട് ക്യാപ്ഷൻ ഒന്നും ഇടാതിരുന്നപ്പോഴത്തേന് എല്ലാവർക്കും സ്വാഭാവികമായിട്ട് ഡൗട്ട് തോന്നുന്നതാണ്.